ഭരതൻ സാറുമായിട്ട് ആദ്യം കാതോട് കാതോരത്തിലല്ലേ കാതോട് കാതോരം. ആക്ച്വലി ഭരതേട്ടനായിട്ട് കാതോട് കാതോരല്ല, ആരവം എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിന് മുമ്പ് ആ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയല്ലോ, ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് 20-21 വയസ്സ്. അപ്പോൾ അന്ന് ഒരു ഭരതേട്ടൻ കല്യാണം കഴിച്ച് ഭരതേട്ടൻ്റെ ഹണിമൂൺ ടൈമാണ്. കഴിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടി ഷീസ് ജസ്റ്റ് ക്യാരിങ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പ്രഗ്നൻസി. അപ്പോൾ അന്ന് പരിചയപ്പെട്ടു. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടൊരു നിമിത്തം വന്നു. പിന്നെ ആ ബന്ധം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ 2-3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് 83 ഈണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ വീണ്ടും ഭരതേട്ടന് ഓർമ്മയുണ്ട്, ഇവൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണും എന്നുള്ളൊരു പുള്ളിക്കൊരു കോൺഫിഡൻസ്. അങ്ങനെ അതിലൊരു പാട്ട് അവരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഒന്നൊരു പാട്ടിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലാകണം. അപ്പോൾ അതിനെന്നെ വിളിച്ചു. ഞാനത് ബേസിക് അവരുടെ ട്യൂണാണ്, പക്ഷേ എങ്കിലും ഞാനതിന് ഒരു പ്രോപ്പർ പാട്ടിൻ്റെ രൂപത്തിൽ അതിന് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ചെറിയ പൊടിപ്പുതൊങ്കിലുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനൊക്കെ ചെത്തിമിനുക്കി പാട്ടാക്കി. 2 പാട്ട് നല്ല നല്ല മലയാളീപനം നവാരി ചാലിച്ചു നവമോഹങ്ങൾക്കെല്ലാം പുതുതായൊരീണം പോലെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ അത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇപ്പോൾ ഭരതൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞു കാതോട് കാതോരം വരുന്നു. കാതോട് കാതോരത്തിൽ ഫുള്ളായിട്ട് അങ്ങനെ അറിയാലോ, ഒരുപാട് പറഞ്ഞാണ് കാതോട് കാതോരം. ഈ കാതോട് കാതോരം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. നാത്താം കേസോടില് ദേവദൂതർ പാടി അത് ഗംഭീരമായിട്ട് അത് ആ പടത്തിന് തന്നെ ഒരുപാട് സപ്പോർട്ട്. ഐ മീൻ പടത്തിന്റെ കഥയ്ക്കല്ല, ഐ മീൻ ദാറ്റ് അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി, പ്രൊമോഷൻ, ജനങ്ങൾ ആ പാട്ട് വീണ്ടും ആസ്വദിച്ചതും അതിൽ ചാക്കോച്ചൻ്റെ ഇടപാടും ആ പരിപാടികളെല്ലാം കൂടിയായപ്പോൾ അതങ്ങോട്ട് കയറി വൻ ഹിറ്റായി. അത് പടത്തിന് നല്ല പടമാണ് ഓഫ് കോഴ്സ്, പക്ഷെ എന്നാലും പടത്തിനൊരു പ്രൊമോഷൻ ചെയ്യുന്നത് അത് ഓടാനല്ലേ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ ഇത് ഗംഭീരമായിട്ട് ചെയ്യും. അതിൽ വയലിൻ യൂസ് ചെയ്ത് തുടങ്ങിയതാ. പിന്നീട് പല സിനിമകൾ, ഇപ്പോൾ കസ്തൂരിമാനിൽ വയലിൻ്റെ ഒരു പ്രകടനം തന്നെയുണ്ട്. അതിപ്പോഴും നമ്മൾ സ്റ്റേജിൽ വീണ്ടും സാറിനോട് ഷോ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. ഞാൻ വായിക്കാം. അതെ, അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാ. അതേപോലെ ആകാശദൂതിനകത്ത് വയലിൻ സംബന്ധമായ ഒരു കഥയാണ്. ആ കഥയ്ക്കകത്ത് രാപ്പാടി എന്ന് പറയുന്ന പാട്ട്, അത് ഇനി അത് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പാട്ടാണ്. അത് തുടങ്ങുന്നത് നമുക്കൊന്നും ഒരിക്കലും അത് അനുകരിക്കാൻ പറ്റില്ല. അതായത് ഹൈയിലാ തുടങ്ങുന്നത്. വേറെ ഒന്നുമില്ല. അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കടം വരുമ്പോൾ നമുക്കൊരു എന്ന് പറയുന്ന ഒരു, അതായത് മൈനർ സ്കെയിലാണ്. അതിലത്തെ ഏറ്റവും സങ്കടം തോന്നിക്കുന്ന നോട്ടാണ് ചെറിയ ഗാന്ധാരം. വെറുതെ ഒരു കോഡ് ഇട്ടിട്ട് അതിൽ വായിച്ചാൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആകെ ഒരു ശോകമുഖമായ അന്തരീക്ഷം വരും. അതിലാണ് ആ പാട്ട് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പല പാട്ടുകളുണ്ട്, പക്ഷെ ഇത് അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കണ്ട പാടി കേഴുന്നുവോ. ഇത് ട്യൂണല്ല, ആ വരി കേട്ടോ. രാപ്പൂവും വിട ചൊല്ലുന്നുവോ. അത് ആ പടത്തിന് ONV സാറ് എഴുതി വെച്ച വരിയാണ്. അത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല, എഴുതാനില്ല. അത് ആ പടത്തിനെയും സപ്പോർട്ട് ചെയ്തു, ആ പടം പാട്ടിനെയും സപ്പോർട്ട് ചെയ്തു, പരസ്പരം സപ്പോർട്ട് ചെയ്തു. വലിയ ഹിറ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസിൽ നമ്മളിപ്പോൾ ദാസാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി വന്നതാണ് ജയചന്ദ്രൻ സാറിൻ്റെ വോയിസ്. നമ്മൾ 2 തരത്തിൽ അതിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും മായാത്ത 2 ശബ്ദങ്ങളാണ്. അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരിമാനിൽ ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും എനിക്ക് ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല. അതിലെ ഒരു പോർഷനുള്ള ഈ ജയേട്ടൻ്റെ പ്രത്യേകത ഇപ്പം ഇതിൽ എൻ്റെ അനുപല്ലവിയാണ്. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണ മേഘം
വേഴാമ്പൽ ഞാൻ ദാഹിച്ചുലയുമ്പോൾ മഴയായി നീ നിറഞ്ഞു പെയ്തു എന്ന് കവിയുടെ സങ്കല്പം. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം വേഴാമ്പൽ ഞാൻ ഇങ്ങനെ പാടും. പക്ഷെ ജേട്ടൻ അങ്ങനെയല്ല പാടുക. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം. ഞാൻ പാടുമ്പോൾ ഈ സങ്കടം വരുമ്പോൾ അതിനൊരു ഭംഗിയോറുണ്ട്. പക്ഷെ ചേട്ടൻ ആ സങ്കടം ഫീല് വരുമ്പോൾ എന്തൊരു, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് നമുക്ക് കാണിച്ചു. അതേമാതിരിയാണ് ആ പാട്ട്. ഇതേപോലെ എല്ലാ പാട്ടുകളും, എന്തോരം പാട്ടുകൾ. ഓ, ശിവന്റെ എൻ്റെ ഒരു പാട്ടുണ്ട്. മൂന്നാമതൊരാൾ സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ. അതാ സായം എന്നൊക്കെ പറയുമ്പോൾ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള ആ ദുഃഖത്തിൻ നനവെന്ന് ശിവു ഗംഭീരമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദുഃഖത്തിന്റെ നനവാണ്, നിറമല്ല, നനവ്. ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയാ നഷ്ടപ്പെടാതിരിക്കാനായി കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചോട്ടെ നിന്നെ. പറയുന്ന കാര്യമാണ്, കൈകൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചോട്ടെ എന്നേ പറയുന്നത്. പക്ഷെ അത് ഞാനിപ്പോൾ ഈ പാടി പോലല്ല, ഈ പാട്ട് ചേട്ടൻ പാടുന്ന കേട്ട് നോക്കണം. എന്തൊരു ഫീലാണെന്ന് പറയുന്നത്. ഇത് എനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്. അന്ന് ഈ ഒരു വലിയ പുലി സംവിധായകനുണ്ട്, ഭദ്രൻ, സ്പടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം, ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. ഞാനിത് കാറിൽ പാട്ടിട്ടു, സൈലൻ്റായിട്ടിരുന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയാണ്. അതിലൊരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ചേട്ടൻ ഒരുപാട് പാട്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടൊന്നുമില്ല. ഒരുപാട് അവസരങ്ങളും കമ്പാരിറ്റീവ്ലി ചേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യനെ എന്താണ് പാടി വെച്ചിരിക്കുന്നത് ആ പാട്ട്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് അവസരം കിട്ടാത്ത ഒരാൾ, നിറയെ അവസരം കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പിന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ അധികം പാട്ടുകളില്ല. ആ സമയത്ത് ആരോ ഒരുത്തൻ സംവിധാനം ചെയ്യുന്ന VK പ്രകാശ്, ചേട്ടൻ്റെ വലിയ ഫാൻ, അതും കൂടി ഒരു കാരണമാണ് ചേട്ടനെ. അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചെന്നിരിക്കില്ല, നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ഹോൾഡൊന്നും ഇല്ലല്ലോ. ഡയറക്ടർ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ വന്ന് അങ്ങോട്ട് പാടിത്തകർന്നു. ഇതെല്ലാം കൂടി ആകുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നി കാണണം അദ്ദേഹത്തിന്. അല്ല, തീർച്ചയായിട്ടും കുറ്റബോധം അല്ല ഞാൻ പറയുന്നത്. എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട്. ഞാൻ ഇത്രയും വാചാലമായത് ഞാനത് അനുഭവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഫീല്. പിന്നീട് എനിക്കും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ പാട്ട്. അല്ല, അങ്ങനെ അങ്ങനത്തെ എല്ലാ പാട്ടുകളും കേട്ടോ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്.